നല്ല മൂവിയായിരുന്നു. ഔട്ട് ഓഫ് മൊത്തത്തിൽ നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല മേക്കിംഗ് ഒക്കെ ആയിരുന്നു. ശരിക്കും എല്ലാരും പറയുന്ന പോലെ തന്നെ പൃഥ്വിരാജിന്റെ അഭിനയം നമ്മളെല്ലാരും ഞെട്ടിച്ചു കളഞ്ഞു. മാത്രമല്ല എടുത്തു പറയേണ്ടതാണ് ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യന്റെ അഭിനയം വളരെ മികച്ചായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. വായിച്ചിട്ടില്ല, പക്ഷെ പടം കണ്ട് നന്നായിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആടുജീവിതം എന്ന പുസ്തകവും വായിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്കും അത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിനോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പൃഥ്വിരാജിന്റെ അഭിനയം, അതുപോലെ നജീബായിട്ട് ജീവിക്കുക തന്നെയായിരുന്നു പൃഥ്വിരാജ്. അതുപോലെ ബ്ലസ്സി എന്ന അനുഗ്രഹീത സംവിധായകൻ, അതുപോലെ അതിലെ ഓരോ കഥാപാത്രവും, നജീബിനെ രക്ഷിച്ച അറബിയുടെ വേഷം ചെയ്ത ആള്, നജീബിന്റെ കൂട്ടുകാരൻ ഹക്കിം, അങ്ങനെ ഓരോരുത്തരും ശരിക്കും ജീവിക്കുക തന്നെയായിരുന്നു സിനിമയിൽ. ഞാൻ ഉടനീളം കരയുകയായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ. കുറെ നാളുകൾക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമ. ஆடுஜீவிதம் படம் சூப்பர் மூவி. உண்மையான கதையை எடுத்திருக்காங்க. படம் நல்லா இருக்கு. பிருத்திவிராஜ் நடிப்பு வந்து விக்ரமுக்கு மேலே இருக்கு நடிப்பு. சியா விக்ரம், கமலஹாசனுக்கு மலையாள நடிகர் சூப்பர் ஸ்டார் பிருத்திவிராஜ். படம் நல்லா இருக்கு. ഭയങ്കര ഇമോഷണലായിരുന്നു. ഫ്രെയിംസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്, എടുത്തു വെച്ചേക്കുന്ന രീതി. പൃഥ്വിരാജ് നൈസ്, വെയിറ്റ് ലോസ് ഒക്കെ കുറച്ച് സെറ്റ് ആയിട്ടുണ്ട്. നല്ല സിനിമയാണ്. അടിപൊളി. പൃഥ്വിരാജിന്റെ ക്യാരക്ടറാണ്. മരുഭൂമിയിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കണതും റോഡ് കണ്ടുപിടിക്കാൻ പറ്റാതെ അവസാനം അവൻ്റെ സുഹൃത്ത് ഹക്കീം ഇരിക്കുന്നത് നല്ല പടം. ഇഷ്ടപ്പെടാൻ കാരണം നല്ല മേക്കിംഗ് നല്ലതായിരുന്നു. അതുകൊണ്ട് കൊള്ളാം, ഇരുന്ന് കരഞ്ഞു. നല്ല മൂവിയായിരുന്നു. പൃഥ്വിരാജിന്റെ ആക്ടിങ് നല്ല അടിപൊളിയായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. നല്ല പടം, സൂപ്പർ പടപ്പാ. പൃഥ്വിരാജ് വേറെന്തൊരു പറയാൻ, സൂപ്പർ തന്നെ.